ഹലോ ഫ്രണ്ട്സ്, ഒരുപാട് ക്രിയേറ്റേഴ്സ് മെസ്സേജ് അയച്ച് ചോദിച്ചൊരു കാര്യമാണ് അവരുടെ ചാനലിന്റെ വാച്ച് അവർ കുറഞ്ഞു വരുന്നു. എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ കുറഞ്ഞു വരുന്നത്? ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. കുറെ ക്രിയേറ്റേഴ്സിന് സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവർ ഇത് കറക്റ്റായി ചെക്ക് ചെയ്യുന്നില്ല. അതായത് YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുമ്പോൾ YT സ്റ്റുഡിയോയിൽ ഡിഫോൾട്ടായി കാണിക്കുന്നത് അവസാന 28 ദിവസത്തെ വാച്ച് ടൈം എല്ലാമാണ്. അതിനാൽ തന്നെ ഇത്തരത്തിൽ 28 ദിവസത്തെ കാണിക്കുമ്പോൾ ഇവിടെ വാച്ച് അവർ കൂടിയും കുറഞ്ഞും എല്ലാം ഇരിക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ 28 എന്നത് മാറ്റി നിങ്ങൾക്ക് ലൈഫ് ടൈം അല്ലെങ്കിൽ 365 ദിവസം എന്നെല്ലാം കൊടുക്കുക. ഇപ്രകാരം കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിലേക്ക് വന്നിരിക്കുന്ന മുഴുവൻ വാച്ച് അവർ എല്ലാം കാണാൻ സാധിക്കും. അപ്പോൾ ഇത് ഒരു റീസൺ ആണ് വാച്ച് അവർ എല്ലാം കുറഞ്ഞതായി കാണുന്നതിന്. ഇനി നമ്മുടെ ചാനലിൽ വാച്ച് അവർ കുറയാനുള്ള മറ്റൊരു റീസൺ എന്താണ് എന്ന് നോക്കാം. നമ്മുടെ ചാനലിൽ നമ്മൾ പബ്ലിക് ആക്കി വെച്ചിരുന്ന ഒരു വീഡിയോ ഇത് പെട്ടെന്ന് നമ്മൾ പ്രൈവറ്റ് ആക്കുക അല്ലെങ്കിൽ അൺലിസ്റ്റഡ് ആക്കുകയെല്ലാം ചെയ്യുമ്പോൾ ഇത് നമ്മുടെ ചാനലിന്റെ വാച്ച് അവർ എല്ലാം കുറയാൻ കാരണമാകും. അതായത് നമ്മുടെ വീഡിയോസ് പബ്ലിക്കായി ഇരിക്കുമ്പോഴാണ് നമുക്ക് അതിന്റെ വാച്ച് അവർ എല്ലാം ലഭിക്കുക. നിങ്ങൾ ഇപ്രകാരം ഇത് അൺലിസ്റ്റഡ് അല്ലെങ്കിൽ പ്രൈവറ്റ് എല്ലാം ആക്കുമ്പോൾ ഇതിൽ നിന്നുള്ള വാച്ച് അവർ എല്ലാം കുറയും. മറ്റൊരു റീസൺ നമ്മുടെ വാച്ച് അവർ കുറയുന്നതിന് നമ്മൾ പലപ്പോഴും നമ്മുടെ ചില വീഡിയോസ് എല്ലാം ഡിലീറ്റ് ചെയ്യാറുണ്ട്. ഇത്തരത്തിൽ നമ്മൾ നമ്മുടെ ചാനലിൽ നിന്നും ഏതെങ്കിലും വീഡിയോ എല്ലാം ഡിലീറ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്നും ലഭിച്ച വാച്ച് അവർ എല്ലാം നമ്മുടെ ചാനലിൽ നിന്ന് കുറയുന്നതാണ്. ചില സമയങ്ങളിൽ ചില ക്രിയേറ്റേഴ്സിന് യൂട്യൂബിന്റെ ഭാഗത്ത് നിന്നും ഒരു മെയിൽ വരാറുണ്ട്. അതായത് ഈ ഒരു വീഡിയോ ഇത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ്. അതായത് യൂട്യൂബിന്റെ ചില പോളിസി എല്ലാം ബ്രീച്ച് ചെയ്യുമ്പോഴാണ് ഇപ്രകാരം യൂട്യൂബ് തന്നെ വീഡിയോ എല്ലാം ഡിലീറ്റ് ചെയ്യുക. ഇങ്ങനെ നമ്മുടെ വീഡിയോ എല്ലാം ഡിലീറ്റ് ചെയ്യുമ്പോൾ അതിൽ നല്ല വ്യൂസ് എല്ലാം ഉണ്ടായിരുന്നുവെങ്കിൽ ആ വാച്ച് അവർ എല്ലാം നമുക്ക് നഷ്ടമാകും. അതിനാൽ തന്നെ ഇതും ഒരു റീസൺ ആണ് നമ്മുടെ വാച്ച് അവർ എല്ലാം കുറയുന്നതിന്. ഇനി കുറെ ക്രിയേറ്റേഴ്സിനുള്ള ഒരു പ്രശ്നമാണ്, അതായത് ചാനൽ തുടങ്ങി 1 വർഷം എല്ലാം കഴിഞ്ഞു, ഇതുവരെ ചാനൽ മോണിറ്റൈസ് ആയിട്ടില്ല. എന്നാൽ ഇനി 365 ദിവസത്തെ വാച്ച് അവർ നോക്കുമ്പോൾ ഇത് കുറഞ്ഞു വരുന്നുണ്ട് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇതിന്റെ മെയിനായ റീസൺ എന്ന് പറയുന്നത് അവസാനത്തെ 365 ദിവസത്തെ വാച്ച് അവർ ആണ് യൂട്യൂബ് സ്റ്റുഡിയോയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനാൽ തന്നെ 365 ദിവസം കഴിഞ്ഞ് ഓരോ ദിവസം മുന്നോട്ട് പോകുമ്പോഴും, അതായത് 366ാമത്തെ ദിവസം എത്തുമ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ ദിവസം ലഭിച്ച ഈ വാച്ച് അവർ ഇതിൽ നിന്നും കുറയും അല്ലെങ്കിൽ ഇതിൽ നിന്നും യൂട്യൂബ് കട്ട് ചെയ്യും. അതിനുശേഷം പുതുതായി വന്നിരിക്കുന്ന ദിവസത്തെ വാച്ച് അവർ ആണ് യൂട്യൂബ് ഇതിൽ ആഡ് ചെയ്യുക. അതിനാൽ തന്നെ അവസാന 365 ദിവസത്തെ വാച്ച് അവർ ആണ് യൂട്യൂബ് മോണിറ്റൈസേഷന് വേണ്ടി കൺസിഡർ ചെയ്യുക. ഇങ്ങനെയുള്ള ക്രിയേറ്റേഴ്സിന് അവർക്ക് അവസാന 365 ദിവസത്തിൽ ചിലപ്പോൾ വാച്ച് അവർ എല്ലാം കുറഞ്ഞു കാണിക്കാറുണ്ട്. ഇത് മറ്റൊന്നും കൊണ്ടല്ല, 365 ദിവസത്തിന് മുമ്പുള്ള ഓരോരോ ദിവസങ്ങൾ കട്ടായി പോകുന്നത് കൊണ്ടാണ് അവിടെ നിന്നുള്ള വാച്ച് അവർ എല്ലാം ഈ ചാനലിൽ നഷ്ടമാകുന്നത്. അപ്പോൾ നമുക്ക് ഇത് നല്ല രീതിയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി പുതുതായി നല്ല വീഡിയോസ് എല്ലാം ഇട്ട് പഴയ വാച്ച് അവർ കൂടി മേക്ക് ഓവർ ചെയ്യുന്ന തരത്തിൽ വീഡിയോസ് ചെയ്യണം. അത്തരത്തിൽ ചെയ്ത് 4000 വാച്ച് അവർ വീണ്ടും വന്നാലാണ്, അതായത് 365 ദിവസത്തിൽ 4000 വാച്ച് അവർ എല്ലാം കിട്ടുമ്പോഴാണ് നമുക്ക് ചാനൽ മോണിറ്റൈസ് ചെയ്യാൻ സാധിക്കുക. ഇനി വാച്ച് അവർ കുറയുന്നതിനുള്ള മറ്റൊരു റീസൺ എന്ന് പറയുന്നത് കുറെ ക്രിയേറ്റേഴ്സ് അവരുടെ ചാനലിലേക്ക് വ്യൂസ് ഒന്നും ലഭിക്കുന്നില്ല എങ്കിൽ അവർ പല ഡിവൈസ് എല്ലാം യൂസ് ചെയ്ത് അല്ലെങ്കിൽ അവരുടെ ഡിവൈസിൽ നിന്ന് തന്നെ റിപ്പീറ്റ് ചെയ്ത് അവർ വീഡിയോസ് എല്ലാം കണ്ടുകൊണ്ടിരിക്കും. അതുപോലെ കുറെ ക്രിയേറ്റേഴ്സ് അവരുടെ ചാനലിലേക്ക് വേണ്ട വാച്ച് അവർ ഒന്നും കിട്ടുന്നില്ല എങ്കിൽ പലരും പൈസ എല്ലാം കൊടുത്ത് ഇത്തരത്തിൽ വാച്ച് അവർ എല്ലാം പർച്ചേസ് ചെയ്യും. എന്നാൽ യൂട്യൂബിന്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു സമയത്ത് ഇത്തരത്തിൽ വന്നിരിക്കുന്ന വ്യൂസ് എല്ലാം മനസ്സിലാക്കുകയും അതുവഴി അവരുടെ ചാനലിൽ നിന്നും ഇപ്രകാരം ലഭിച്ചിരിക്കുന്ന വാച്ച് അവർ എല്ലാം കട്ട് ചെയ്യുകയും ചെയ്യും. അതിനാൽ തന്നെ ശരിയായ രീതിയിൽ നമ്മുടെ ചാനലിലേക്ക് വാച്ച് അവർ എല്ലാം ലഭിക്കുമ്പോഴാണ് നമ്മുടെ ചാനലിന് ഗുണം ചെയ്യുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്